പാമ്പ് പൊരിച്ചത്. ഇതാരെ നോക്കൂ, ഡാൻസ് കളിച്ച് വൈറലായ മുതലേ. ലോറി കൊണ്ടുപോവാ. നമ്മൾ തറവാട്ടിൽ രണ്ട് ചായ പറഞ്ഞു. ഹലോ അമിഗോസ്, കൊമേഴ്സ്താൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നു കിലോങ്ങിലാണ് നിൽക്കുന്നത്. ആൻഡ് നമ്മൾ മണാലിയിൽ 2-3 ദിവസമായിട്ട് നമ്മളെ ലഗേജ് കുറക്കാനും പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാനും ഇഷ്ടംപോലെ തിരുമ്പാനും വീഡിയോ എഡിറ്റിങ്ങിനും അങ്ങനെയൊക്കെ ആയിട്ട് മണാലി പോയതാണ്. അപ്പോൾ മണാലിയിൽ നിന്ന് പിന്നെ നമ്മൾ കിലോങ്ങിക്ക് ബസ്സിൽ വന്നു. ബിക്കോസ് റോത്താമാസല്ല അട്ടൽ ടണലിൽ നമ്മളെ നടക്കാനായിരിക്കില്ല. അപ്പോൾ പിന്നെ വെറുതെ നടന്നൊരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് മണാലി നേരെ കിലോങ് വന്നിട്ട് ഇപ്പോൾ കിലോങ് ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. കിലോങ് ബസ് സ്റ്റാൻഡ് നമ്മൾ എന്താ പറയുക, രാവിലെ ഒരു 11 മണി ആയപ്പോൾ നമ്മൾ എത്തി. ആ കാണുന്ന അവിടെ റൂം എടുത്തു നമ്മൾ. ഇനി ഇന്നത്തെ പരിപാടി ഇപ്പോൾ സമയം 3 മണിയായി. നേരെ പോയിട്ട് കിടന്നുറങ്ങി ഇപ്പോൾ നീച്ചാണ്. ഇനി നമുക്കിന്ന് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. പിന്നെ കിലോങ്ങിലെ മാർക്കറ്റൊക്കെ ഒന്ന് കാണണം. അതൊക്കെ ഉണ്ട് ഇവിടെ. അന്തം വിട്ട് നിൽക്കുന്നു. JKSRTC ഫുൾ മലകൾ, മഞ്ഞുമലകൾ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഹിമാചലാണ്. ഇവിടെ എങ്ങനെയാണ്. യെസ്, ഇനി എവിടെ തിന്നാം. നോക്കൂ, ലുക്ക് അറ്റ് ദിസ് ഗ്രാമം, ബ്യൂട്ടിഫുൾ ഗ്രാമം. കിലോങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. കിലോങ്ങിൽ നല്ല ഫുഡിൻ്റെ കട എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടെയാണ് പേരും കാറ്റാണ്. അത് മെയിൻ വിഷയം എന്താ വെച്ചാൽ ശബ്ദം കേൾക്കില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിരിക്കണത്. എഡിറ്റ് ചെയ്യാൻ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ വലിയ വർത്തമാനം പറയും, എന്നിട്ട് കാറ്റ് ഇങ്ങനെ വേറെ വഴിക്ക് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും. ഇതിൻ്റെ ഒച്ചപ്പാടൊന്നും കേൾക്കില്ല. അപ്പോൾ അടുത്ത് പറയേണ്ടി വരും അല്ലേ. യെസ്, അതിൻ്റെ മുകളിൽ കണ്ട ചെറിയ മരങ്ങൾ, പൈൻ മരങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടെ നല്ല രസമുള്ളൊരു നായി. നല്ല കറുത്ത പുക തുപ്പി അതാ ഹിമാചൽ RTC പോകുന്നു. എന്താ പറയുക, സാധനം കിടും കേട്ടോ. ഇവിടുത്തെ ബസ്സുകാർ സമ്മതിക്കണം കേട്ടോ. കാരണം അത്രക്കും ഡേഞ്ചറായിട്ടുള്ള റൂട്ടിൽ കൂടെയാണ് ഇവർ പോവുക. എനിക്ക് പറഞ്ഞാൽ യാത്ര ഇഷ്ടപ്പെടുന്നവർ, ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നവരൊക്കെ, അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഹിമാചൽ RTCയിൽ ഡ്രൈവറായിട്ട് ചേരാൻ നോക്കുക. KSRTC ഒക്കെ പോലെ ഇവിടെ ആകുമ്പോൾ തോന്നുന്നു ചിലപ്പോൾ പൈസയും കൂടുതലായിരിക്കും. കാരണം അത്രക്കും റിസ്ക് പിടിച്ച ഒരു റൂട്ടായാലും അധികം. പിന്നെന്താ വെച്ചാൽ ജീവൻ പേടിയുള്ളവർ അങ്ങനെ അതിന് നോക്കൂല്ല. അത് പറഞ്ഞാൽ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക, HRTCൻ്റെ ഡ്രൈവർ ആയ നല്ല നേക്കക്കരം ഓടിക്കാനും കാണാനും എല്ലാത്തിനും. ഗൈസ്, കിലോങ്ങിലെ ഒരു വീടാണ് ഈ കാണുന്നത്. കണ്ടാ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വീട്. ഇപ്പോഴും പഴയ കാലത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഓ ഇതാ എന്താ ലോറി കൊണ്ടുപോവാ. ലോറി കൊണ്ടുപോവാ. എന്തോ വല്ല കാര്യത്തിൽ ഇത് പറ്റിയുണ്ട. ടയറൊക്കെ കണ്ട. അടുത്ത് ലോറിയിൽ JCB കൊണ്ടുപോവാ. ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇവിടെ. ലോറിയിൽ JCB ഒന്നും വരാനില്ല. കഴിഞ്ഞു ബസ് പറഞ്ഞാൽ മതി എന്നാണല്ലോ അല്ലേ. കഴിഞ്ഞു എന്നുള്ളതിന് എന്താ പറയുക ഹിന്ദിയിൽ? ഓക്കെ, കഴിഞ്ഞു എന്നുള്ളതിന് എന്താ പറയുക? ഹോഗയാ. നിങ്ങളും പഠിച്ചില്ലേ? ഹോഗയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ ഗൈസ്. ഓ ഗൈസ്, ഇവിടുത്തെ സാധാരണ ഒരു റൂമിലെ ബാൽക്കണിയാണ്. റൂമല്ല, ഇത് റെസ്റ്റോറൻ്റാണ്. ഓ, പുറത്തുള്ള വ്യൂ ഒക്കെയാണ്. എൻ്റെ മോനെ എച്ചാതി വ്യൂ കണ്ടാ. മേൻ സീൻ വ്യൂ അല്ലേ. എൻ്റെ പെരൻ്റെ നോക്കി ഇങ്ങനെ ഒരു വ്യൂ ഉള്ള കിട്ടണം. അങ്ങനത്തെ കൊടുത്ത് ഞാൻ പെര ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നമ്മളെ നാട്ടിൽ തന്നെ ഒരു പെര ഉണ്ടാക്കും. ഇങ്ങോട്ട് പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത്, അതായത് കുന്നിൻ്റെ വണ്ടിയിൽ ഒരു പെര ഉണ്ടാക്കും. എന്നിട്ട് ബോറടിക്കുമ്പോൾ അവിടെ ഒന്ന് നിൽക്കും. അതിലത്തെ ടൈം നമുക്ക് റെൻറ്റിന് കൊടുക്കുക, എന്താ ചെയ്യാലോ. അങ്ങനെ ഓരോ സ്റ്റേറ്റിലും ഓരോ പെര ഉണ്ടാക്കണം അല്ലേ. മോനതൊക്കെ വൈബ കയറാം. ആദ്യം ചിക്കിളി ഉണ്ടാക്കണം, എന്നാലും നടക്കുള്ളൂ. രാജ്മ ചാവല അതല്ല, പയറ്, പ്രോട്ടീൻ. ഇന്നത്തത്
ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കുന്നത് ഈ ഹോട്ടലിൽ നിന്നാണ്. കൈലാഷ് മീൻസ് എന്തോ ഇവിടുന്ന് രാജ്മ ചാവൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. വരട്ടെ ഗൈസ്. അങ്ങനെ നമ്മളെ രാജ്മ ചാവൽ വന്നിട്ടുണ്ട്. രാജ്മ പറഞ്ഞാൽ പയറാണ്. പിന്നെ സബ്ജി ഉണ്ട്. ദിസ് ഈസ് കോളിഫ്ലവർ ആൻഡ് ആലു, ഉരുളക്കിഴങ്ങ്, പിന്നെ വെല്ലുള്ളി കട്ട് ചെയ്തതുണ്ട്. പിന്നെ മുർച്ചിയുണ്ട്. മുർച്ചി പറഞ്ഞാൽ എരിവുള്ള അച്ചാർ. എരിവില്ല, പക്ഷേ നല്ല ഉപ്പുണ്ട്. കഴിച്ചു നോക്കാം. പ്രത്യേകിച്ച് ഇപ്പം എന്ത് പറയാൻ, ഒരു ആവറേജ് സാധനം ഇത്രേ ഉള്ളൂ. കഴിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നമ്മൾ ചിലോങ്ങത്തുള്ള ഗ്രാമങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. ദാറ്റ് ഈസ് ഹോസ്പിറ്റൽ. പോവാം. എന്തേ കണ്ടോ, നല്ല ഐസ് ഉണ്ട് അവിടെ, നല്ല കിട്ടില്ല ഐസ്. എനിക്ക് തണ്ട ഇതൊക്കെ ഐസ് ഉരുക്കി പോയതാണ്. നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ മേലെ ഐസിന് ഐസ് ആയിരുന്നു. ഇതണ്ടാ മഡ് ഹൗസ് ഉണ്ടാ, നല്ല കിട്ടില്ല മണ്ണ്, നല്ല തണുപ്പ് കരുതിനുള്ളിൽ. ഓൾറെഡി ഇവിടെ തണുപ്പാണ്. അതിൻ്റെ ഇപ്പോൾ മഡ് കൂടി ആയപ്പോൾ അതിന് ഉഷാറായിട്ടുണ്ടാവും. ആ ഡോറൊക്കെ കണ്ട, നല്ല മരത്തിൻ്റെ പഴയ ഡോറ്. അങ്ങനെ ഗൈസ് നമ്മൾ മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാണുന്നത് ഇലക്ട്രിക്കൽ ഷോപ്പ്, പിന്നെ കാണുന്നത് ദിസ് ഈസ് എല്ലാ ഐറ്റംസും ഉണ്ട്, ഓൾ ഇൻ ഓൾ ഷോപ്പ്. പിന്നെ കാണുന്നത് സെയിം തിങ്. യെസ്, ചെറിയ കടകൾ. ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ല, തിരക്കില്ല. ടൂറിസ്റ്റ് എന്ന് വരുന്ന ഏരിയ അല്ല തോന്നുന്നു ഗൈസ്. ഒരാളും ഇല്ല. ചിക്കൻ കടക്ക് കണ്ട ഈ ചുടിച്ച് കിടക്കുകയാണ്. ചിക്കനും ഇല്ല, ഒന്നുമില്ല. ഇതണ്ട പഴയ മറ്റേ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത്. സാധനം നോക്കാം. വില വയ്ക്കണോ? ഇത് കിണ്ണ സാധനം കേട്ടോ. ദിസ് ഈസ് കോൾഡ് ഫെനൽ. or like this. है कितना के? ये 1400 का. तेरा 1400. हाँ നാനൂറ്റിയമ്പോ. 1400. ഓക്കെ. ഇവര് 1400 എന്താ പറയാറിയോ? 1400 1400 എന്നുള്ളതിന് 1400 എന്ന് അവർ പറയാം. നമുക്ക് മനസ്സിലാവില്ല അത്. എല്ലാവരും അങ്ങനെ തന്നെയാണത്. അതിന് ഇവർ പഠിച്ചതിൻ്റെ കുഴപ്പമാണോ, ഇനി ഇവർ മൊത്തത്തിൽ അങ്ങനെയാണ്, ഇനി ഇവിടുത്തെ സ്കൂൾ അങ്ങനെയാണ് പഠിപ്പിച്ചതാണോ നമുക്ക് മനസ്സിലാവില്ല. ഞാൻ ശരിയായിട്ടുള്ള വാക്കാണ് അതും അറിയില്ല. ഇതൊക്കെ ഇട്ട് കിടന്നുറങ്ങി മോനെ, ഉറങ്ങണതറിയില്ല. അങ്ങനെയാണ് ഉറങ്ങിപ്പോവും. എന്താ ഇവിടുത്തെ എല്ലാവരും അങ്ങനെ പറയാം. 1400 1500 അങ്ങനെ ശരിക്കും അങ്ങനെ പറയുമോ ഇനി? ഇല്ല, എങ്ങനെ വെച്ചാൽ 1400 നമ്മളെങ്ങനെ പറയാം 1400 അങ്ങനെയല്ല നമ്മൾ പറയാം. ഇവർ പറയാം 1400 അങ്ങനെ പറയാം. അതാണ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പണ്ടത്തെ സംഭവം. അങ്ങനത്തെ വാതിലുകൾ. ഇതവിടെ റീല് കണ്ട് തൊള്ളയും വിളിച്ച് നിൽക്കുന്ന ബായി. മലയാളം അറിയാത്തോണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കിടങ്ങാറാവും. തല്ലി അടിച്ചു പടന്നിട്ട് ഇതിനകത്ത് കാണാൻ ഇതിങ്ങനെ കണ്ടുപോകല്ലേ നമ്മളിതിങ്ങനെ. ആ ചേച്ചിക്ക് നാണം വന്നു. മുപ്പത്തേര് നമ്മൾ ക്യാമറ തിരിച്ചു പോകും, തല അങ്ങോട്ട് തിരിച്ചു. ലഡു പിന്നാക്കാം. നമ്മളിങ്ങനെ ഇത് പിടിച്ച് പോയിട്ട് പ്രൊഫഷണൽ എല്ലാവരും നമ്മളിങ്ങനെ നോക്കാം. ഏതാപ്പോൾ ഇവന് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് വരുന്ന, ഏത് വലിയ ടീമാണ്. അപ്പോൾ കലാകാരുള്ളൂ. നമ്മളെ അങ്ങാടി ടൗസർ ഇട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. വേണ്ടവാ. ഇവിടെ നമ്മളൊരു സാധനം കണ്ടു, ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. എന്താന്നാവോ സാധനം? എന്താ അറിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്തതായി ആരാർപ്പണം, സുരൂരിന് ആരാർപ്പണം അർപ്പിക്കാനായി ഞാൻ എന്നെ തന്നെ ക്ഷണിച്ചുകൊള്ളു. ഇതെന്താ സാധനം? വെറൈറ്റി സാധനം ഗൈസ്. കണ്ടാ കാട്ടി ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റ്. നോട്ടെ
രസമുണ്ട് കഴിച്ചു. അതിലെങ്കിൽ ചോയ എന്താ വെച്ചാൽ നെയ്യപ്പത്തിന്റെ പുറത്തത്തെ മാവില്ല ആ പറ്റുന്ന നമ്മൾ തിന്നൊരു സാധനം തന്നെ ആയിരുന്നു. ഇത്ര വലുതാണ്ട കുടിച്ച് അത് കഴിക്കണം. ഇത് ചായ കൂട്ടി തിന്നണം. അത് ഇവിടെ നല്ലൊരു ബെഞ്ച് കിട്ടിക്കണോ. ഇവിടുത്തെ ഒരു ഇതുണ്ടാ വൈബ്, പണ്ടത്തെ ഒരു സെറ്റപ്പ്. ഗൈസ് ആ സാധനം തിന്നിട്ട് നമ്മൾ നേരെ നടക്കുകയാണ് ലാഹോർ സ്പിറ്റി ആൻഡ് കിലോങ് ഓഫീസ് ദ ഡെപ്യൂട്ടി കമ്മീഷണർ. വൗ, നല്ല വെയിലടിക്കണോണ്ട് മല അതാ തിളങ്ങുന്നു. എന്താ ഇരിക്കാണ്ടായി കൊടുത്തതാ. ഇരിക്കാൻ അതിനത്തിന് ബെഞ്ച് സംഭവം ഒന്നല്ലേ ചോദിച്ചേ. ഞാൻ പറഞ്ഞുതരാം. ദോ ബൂന്ദ് ഹർ ബാർ പൊലി ബർഖറാർ. സംഭവം എന്താ വെച്ചാൽ മൂപ്പരെന്തോ ഉണ്ടാക്കിയതാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ എന്നൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടത്. ഹിന്ദി അറിയണോണ്ട് കുഴപ്പമില്ല, അല്ലേ ഇപ്പോൾ ഒന്നും അറിയില്ലേനു. ഹിന്ദി അറിഞ്ഞോണ്ട് നമ്മളിപ്പോ ഇവിടെ സംഭവം അതാണ്, ഹിന്ദി അറിയണോണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോകണത്. എനിക്കറിയണോണ്ട് രസമുള്ള ബിൽഡിങ്ങുകളാട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ അതിൽക്കൂടെ ഇങ്ങനെ നടന്നുകാണ്ട് ഇതിൽ കൂടെ ഇങ്ങനെ കയറി ബസ് സ്റ്റാൻഡിലേക്ക്. യെസ്, നമ്മളെ റൂം നമ്മൾ നിൽക്കുന്ന ലോഡ്ജ് ഇതാണ്. 600 ഉറുപ്പിക ഗൈസ് ഒരു ദിവസത്തിന്. കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകൾ. തറവാട്ടിൽ നിന്ന് ചായ കുടിക്കാം. നമ്മൾ തറവാട്ടിൽ നിന്ന് 2 ചായ പറഞ്ഞു, ബ്ലാക്ക് ടീ. വെയിറ്റ് ചെയ്ത് നിൽക്കാം. പഠിച്ചോനെ ഇരുന്നത് മുടിഞ്ഞു പോകുന്നതിന് മൂപ്പര് ബാത്റൂമിൽ പോയതാണ്. എന്നോടാണെങ്കിൽ ഈ താത്ത കുറേ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടേ, എനിക്കൊത്ത് പറയാനും അറിയില്ല. ഗൈസ് കിലോങ് വരുന്നവർക്ക് കുറഞ്ഞ സ്പേസിൽ നമുക്കിവിടെ റൂം അവൈലബിൾ ആണ്. പരസ്യം കാര്യം കൊണ്ടൊന്നുമില്ല, വെറുതെ താത്ത അതിൻ്റെ ഒരു ആളാണ്. അതുകൊണ്ട് ഗൈസ് ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. ആൻഡ് ഇവിടെ 200, 250, 300 വരെ ഇങ്ങനെ കിട്ടുന്നു ബെഡ് സ്പേസ്. ഡോർമെട്രി പോലത്തെ സെറ്റപ്പ്. നമ്മൾ നിന്നത് 500-ന് 600-നാണ്. സംഭവം എന്താ പറയുക, താത്ത വല്ലാത്തൊരാൾ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ 200, 300 അതിന്, ഇവിടെ 600. ഇതാ റൂം കുറ്റിട്ടിരിക്കണം. അപ്പോൾ അടിയിലാണ് റൂം കുറ്റിട്ടിരിക്കണം, അടിയിലാണ് ചാവിയുള്ളത്. അപ്പോൾ മറ്റേ അവിടുത്തെ താത്ത പറഞ്ഞിട്ട് എന്താ വെച്ചാൽ എന്താ പറയുക, ആ ബെഡ് സ്പേസിന് 500-ആണ്, അപ്പോൾ ഇതിന് 600-ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കണമല്ലോ ലാഭം, സേഫ്റ്റിയും കൂടുതലാണ്, നിങ്ങൾക്കൊരു പ്രൈവസി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇതെടുത്തിച്ച് എന്നിട്ട് ഇപ്പോൾ പറയാണ് വീഡിയോ ഇങ്ങനെ എടുക്കുന്ന ആൾക്കാരാണ് പറഞ്ഞപ്പോൾ പറയാണ് 200, 250, 300 നമ്മളിത് ഇത് കൊടുക്കേണ്ടതെന്ന്. അത് കണ്ടാലും അറിയാം 500-നൊന്നും എന്തായാലും കൊടുക്കൂലെന്ന്. സംഭവം ഈ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് അവർ. അത് ഓരോരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ചായ ആയി അങ്ങനെ ഇഞ്ചിയിട്ട ചായ, ദീദി ഉണ്ടാക്കിയ ചായ. ഇതിന്റെ പേര് സരിത നാട്ടാ. അച്ഛാ ചായ്. ഇത് പറഞ്ഞോളൂ. ഇവർക്ക് എന്താ പറഞ്ഞാല് ഈ കിച്ചൺ മാത്രമേ വരത്തുള്ളൂ, ബിൽഡിംഗ് ഓണർത്താണ്, വേറെ ആൾക്കാണ്. ആ അതാണ്. ആൾക്കാർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഗൈസ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾക്കാരൊക്കെ. നമ്മളെ ദീദി നമ്മളെ കേരളത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോലോ. बहुत अच्छी जगह है केरला ना, मैं आपको वीडियो में देखती रहती हूँ यूट्यूब पर के साथ ना, इतनी अच्छी जगह है ना पूछो मत, बहुत ही अच्छी जगह है. मेरा भी एक दिल करता है कि भाई मैं भी जाके आऊँ एक बार. मैं जरूर जाऊँगी मैं. ब्यूटीफुल, इतना अच्छा जंगल है, इतना अच्छा वहाँ हरियाली है, बहुत अच्छी जगह है. एक दिन आओ केरल में आओ. जरूर जरूर जरूर, मैं सोच रही हूँ सर्दी में जरूर आना है एक बार केरला. बहुत अच्छी जगह है, आदमी बहुत अच्छे है उधर के, मैं देखती रहती हूँ ना, बहुत अच्छे लोग हैं. എല്ലാം മനസ്സിലായ പോലെ. അതല്ല, ഒരുത്തന് ക്രീം പെന്നെ വെച്ചിട്ട് ക്രീമിന്റെ സാധനം വെച്ചിട്ട് ഒരു സാധനം എടുത്ത് കുടുങ്ങിക്കണ്, പൗതി എന്നോട് കഴിക്കാൻ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താ പറഞ്ഞു, കേരള ബഹുത് സുന്ദർ അച്ഛ ഒക്കെ പറഞ്ഞു, മനസ്സിലാക്കണം സംഭവം. ഗൈസ് ഏതാ വൈബ് എന്നറിയാം. നമ്മുടെ കിലോങ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ബെഞ്ചുണ്ട്. എന്തോ ഒരു രസം എന്നറിയാം.
മേലെ നോക്കിയാൽ നല്ല മലകളും കാര്യങ്ങളൊക്കെ. അവിടെ മഞ്ഞുമല ഉണ്ട്. ഇവിടെ ഫുള്ളും മലയും കുന്നൊക്കെ. ഇങ്ങോട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുക അവിടെ. ഇതൊക്കെ കണ്ടിട്ട് ബസ് വരുന്നതും പോണത് കാണാം. അതൊക്കെ ട്രാക്ടർ പോവുക, അങ്ങനെ സാധനങ്ങളൊക്കെ പോകണമെങ്കിൽ വരുന്നത് കാണാം. എന്തൊരു വൈബല്ലേ, നല്ല രസമാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കാൻ, വെറുതെ ഇരിക്കാൻ തന്നെ. ഇതിന്റെ കൂടെ ഉള്ളത് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. ഈ കുട്ടീനെ എല്ലാവരും കാത്തു സൂക്ഷിക്കുക. അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ ഇവിടെ വന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മൾ വെറുതെ കുറെ ചുറ്റി കറങ്ങില്ല. നമ്മൾ വെറുതെ കുറെ ചുറ്റി കറങ്ങി. നമുക്ക് ഇത് എങ്ങനെ ഇറങ്ങിയാൽ മതിയായിരുന്നു. നമ്മളിങ്ങനെ പോയി കറങ്ങി അടിച്ച് വന്നു. അതുകൊണ്ട് കിലോമൊക്കെ മൊത്തത്തിൽ കണ്ട് കുറച്ച് കുട്ടിയാണ്. ഇനി നമുക്ക് വേണ്ടി എന്താ പറഞ്ഞാല് കറുത്ത കടല കിട്ടണം. എന്നിട്ട് ഇനി നമ്മളത് പ്ലാൻ എന്താ പറഞ്ഞാൽ ഇനി ഇവിടുന്ന് പോകുമ്പോൾ ഫുഡ് കുക്ക് ചെയ്യേണ്ടി വരും. കാരണം ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കുറവാകും. കറുത്ത കടല വേങ്ങുക, പുഴുങ്ങുക, കക്കരിക്ക, ക്യാരറ്റ്, നാരങ്ങ പിയ്യ അടിക്കുക. അത് മതി. സുറൂർ തടി കുറഞ്ഞിക്കണം. അവർക്ക് അങ്ങനെ അവനക്ക് ആ ടെൻഷൻ ചെയ്യൂ. സുറൂർ തടി കുറഞ്ഞിക്കണമെങ്കിൽ കമന്റ് ചെയ്യൂ. അങ്ങനെ ഗൈസ് വീണ്ടും ദാറ്റ് കടയിലെത്തിയിട്ടുണ്ട്. മറ്റേ സാധനം തിന്നാനാ, വട്ടത്തിലുള്ള സാധനം. അത് ഇഷ്ടായി. എന്താ പറയണേ, ഇതെന്തോ ഇതിന്റെ എന്താ ഇത്? പാമ്പ് പൊരിച്ചത്. ഗൈസ് ഇതാരും നോക്കൂ, ഡാൻസ് കളിച്ച് വൈറലായ മുതലേ. എന്താ രസമല്ലേ കാണാൻ. ഗൈസ് നമ്മൾ ഇന്ന് പർച്ചേസിന് ഇറങ്ങിയതാണ്. പർച്ചേസ് മീൻസ് നമ്മൾ ഇനി പോകുന്നത്, ഇനി നമുക്ക് കവർ ചെയ്യാനുള്ള വെച്ചപ്പോൾ നമ്മൾ ടോട്ടൽ 400 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് ലഡാക്ക്, ശ്രീനഗർ അങ്ങനെ 2 ഇതായിട്ടാണുള്ളത്. പക്ഷേ അങ്ങനെ ആവുന്നുണ്ടേ. അങ്ങനെ ലഡാക്കൊക്കെ നമ്മൾ 400 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. അത് നമ്മൾ 10-15 ദിവസം കൊണ്ട് കവർ ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീനഗർക്കും സെയിം 400-500-നുള്ളിലുള്ള ഒരു കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1000-800 കവർ ചെയ്യാണ്ട്, 1000-1100 കവർ ചെയ്യാനുണ്ട്. അത് 30 ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കണത്. യെസ്. അപ്പോൾ നമ്മളിഞ്ഞ് പോണ റൂട്ട് പറയുന്നത് കുറച്ച് ആൾ മനസ്സിലൊന്നും ഇല്ലാത്ത ഏരിയയാണ്. ഇതേപോലത്തെ ടൗണും കാര്യങ്ങളൊന്നും ഇനി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പോൾ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങുകയാണ്. മറ്റേ ഓട്സ് വാങ്ങി, പിന്നെ കടല വാങ്ങി, നിലക്കടല, പുട്ടുകടല വാങ്ങി, പിന്നെ മുളക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങുകയാണ്. ഗൈസ് കെട്ടാ മതി ബാഗിൽ. പച്ചക്കറിക്കടയാണ് ഇവിടുത്തെ. പച്ചക്കറികൾ നോക്കൂ, ചീരുള്ളിയൊക്കെ ഒന്ന് പൊളിച്ച് കാണ്ട് വെച്ചു ഇവിടെ. എല്ലാം പച്ചക്കറി. മുട്ട നാടൻ മുട്ടയുണ്ട്, സാധാ മുട്ടയുണ്ട്. മുട്ടയ്ക്ക് എത്ര വില എന്ന് വെച്ചാൽ എനിക്കറിയില്ല, ചോദിച്ചു നോക്കേണ്ടി വരും. മുട്ടയ്ക്ക് വില അറിഞ്ഞിട്ട് ഇപ്പം എത്താല്ലേ? ഇവിടെ ഒന്നും വാങ്ങൂലല്ലോ ഇപ്പോൾ ആരും. എന്തൊക്കെ ഞാൻ പറയുന്നത്. ഓക്കെ, സാധനങ്ങൾ മേടിക്കട്ടെ. ഓക്കെ, പിന്നെ കാണാം. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. യെസ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വ്യൂ കാണും, പക്ഷെ ഇപ്പോൾ കാണില്ല. അങ്ങനെ യെസ്, നമ്മുടെ നാളത്തെ പ്ലാന് നാളെ ഇവിടെ നമ്മൾ ഇറങ്ങും, നടത്തം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ് അടുത്ത ദിവസം വൈകുന്നേരം കാണാം. ഓക്കെ, ബൈ, പീസ്.